ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ തന്നെ മീനൊക്കെ അങ്ങ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീനൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഐസ് മാറാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മെഴുക്കുവരട്ടി അല്ല, ഫ്രൈ അല്ലാത്ത രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്നും ഉണ്ടാക്കുന്നതിനെക്കാട്ടിൽ വ്യത്യസ്തമായിട്ട് ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ട ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ കുറച്ച് പയർ തോരനും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനുള്ള പയറും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. കൂടെ തന്നെ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മീൻകറി നമ്മളിന്ന് വേറെ രീതിയിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ലേശം മാത്രം തേങ്ങ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് അരച്ച് കറി വെച്ചതാണ് കേട്ടോ. ലാസ്റ്റ് ആയിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഉള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഊണ് കഴിച്ചാലോ. അപ്പോൾ അതുപോലെ നമ്മുടെ മട്ടയുടെ ചോറ് വെച്ച് കൊടുത്ത് അതിലേക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി നമ്മുടെ തോരനും അതുപോലെ തന്നെ ഒരു മീൻ വറുത്തതും വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ മീൻകറിയും കൂടെ വെച്ചെടുത്താൽ കേട്ടോ. ഇന്ന് ഇതൊക്കെയാണ് നമുക്കപ്പോൾ ഊണിന് കഴിക്കാനായിട്ടുള്ളത്. ഇതാ നോക്കി, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് കേട്ടോ. ആ മീനൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് മാറ്റി വെച്ച് ആ കറിയും ചോറും കൂടെ ഒന്ന് കുഴച്ച് അതിലേക്ക് ലേശം ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും പയർ തോരനും ആ മീനിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങനെ വെച്ച് കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ആ മീനാണെങ്കിൽ നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടി പിടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.